എളാപ്പയെ മുത്തമ്മയെ കാണാൻ ചെല്ലുമ്പോ ആ വരുന്നവരോട് എന്താ പറയുന്നത് എന്ന് നോക്കണം. ആളുകൾ സന്ദർശിക്കാൻ വരുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും നിനക്ക് സ്തുതി പടച്ചവനെ എന്ന് പറയുകയും അല്ലാഹുവിനെ ഹംദ് ചൊല്ലുകയും ചെയ്താൽ അല്ലാഹുവിന് അറിയാം, എന്നാലും ആ മനുഷ്യൻ ഇതാണ് ചെയ്തത് എന്ന് നിങ്ങൾ എന്നെ അറിയിച്ചേക്കണം, എന്നിലേക്ക് ഉയർത്തിത്തരണം. അല്ലാഹുവിന്റെ മറുപടി വരും, ഇന്ന ലിഅബ്ദി അലയ്യ ഇൻ തവഫൈതഹു അൻ ഉദ്ഖിലഹുൽ ജന്ന. ഈ മനുഷ്യനെ ഞാൻ മരിപ്പിക്കുകയാണെങ്കിൽ സ്വർഗം കൊടുക്കും. വഇൻ അന ശഫൈതുഹു, ഞാൻ അസുഖമെല്ലാം ഭേദമാക്കി കൊടുക്കുകയാണെങ്കിൽ അബ്ദൽതുഹു ലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി, ശരീരം ഞാൻ നന്നാക്കി കൊടുക്കുകയും വദമൻ ഖൈറൻ മിൻ ദമിഹി, മാംസവും രക്തവും അല്ലാഹു നന്നാക്കി കൊടുക്കും. വകഫിറു അൻഹു സയ്യിആതിഹി, എല്ലാ തെറ്റുകളും ഞാൻ മാപ്പ് ചെയ്തു കൊടുക്കും. എന്തേ ചെയ്തത്? നമ്മൾ രോഗിയായി കിടക്കുകയെന്ന് ആലോചിക്കുക, ഒന്ന് സങ്കല്പിക്കുക. കിടക്കുകയാണ്, ആളുകൾ കാണാൻ വരുന്നുണ്ട്, നമ്മൾ പറയണത് എന്താ അസുഖം? വേറൊന്നും വേണ്ട, വലിയ ബുദ്ധിമുട്ടാണ്, വിഷമാണ് എന്നാണെങ്കിൽ സംഗതി നഷ്ടക്കച്ചവടമാണ്. അതല്ല, അൽഹംദുലില്ലാഹ് ചെറിയ വേദനയൊക്കെ ഉണ്ടെന്നാലും സാരല്ല, അല്ലാഹു വലിയവനല്ലേ, അല്ലാഹു മാപ്പ് തരും, അല്ലാഹു തആല തെറ്റു പൊറുക്കൂലേ, വേദന കൊണ്ട് അല്ലാഹുവിന്റെ സ്തുതി, വേറൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, ആ ചെറിയൊരു വേദനയല്ലേ ഉള്ളൂ, വേറെ എത്രയോ അവയവങ്ങൾ ശരീരത്തിലുണ്ടല്ലോ, അതൊക്കെ അല്ലാഹു തആല ആഫിയത്ത് തന്നില്ലേ എന്നൊക്കെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ആ രോഗത്തിൽ മരിച്ചാൽ സ്വർഗമാണ്. ശിഫയായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ തിരിച്ചു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ രോഗത്തിന്റെ അവസ്ഥയിൽ ഒന്ന് ക്ഷമിക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് നോക്കണം. ഇദാ ജമഅ അല്ലാഹുൽ ഖലായിഖ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളൊക്കെ വരുമ്പോ എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി വരികയാണ്. അർദു ശാം അർദുൽ മഹ്ശരി വൽ മൻശർ, ഇന്നത്തെ സിറിയ നിൽക്കുന്ന പ്രദേശമാണ് നാളെ ഖിയാമത്തിന്റെ മഹ്ശറയും മൻശറിന്റെയും പ്രദേശം എന്ന് പരിശുദ്ധ ഹദീസിൽ വന്നിട്ടുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് എവിടെയാണോ സിറിയയും ഫലസ്തീനൊക്കെ കിടക്കുന്നത്, അവിടെയാണ്, ആ ഏരിയയാണ് മഹ്ശറക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുക്കുക. ഇന്നത്തെ സിറിയല്ല, ഇന്നത്തെ ഫലസ്തീനുമല്ല. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഒന്ന് ഈ കാണുന്ന ഭൂമിയോ ഈ കാണുന്ന ആകാശമോ സൂര്യനോ ഒന്നുമല്ല, മറ്റൊരു ലോകമാക്കി കാണും. എന്നാലും ഇന്ന് എവിടെയാണോ ഫലസ്തീനും സിറിയയും ഡമസ്കസും ഒക്കെ കിടക്കുന്നത്, അവിടെയാണ് നാളെ അള്ളാഹുവിന്റെ മഹ്ശറയുടെ ഭൂമി എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും നാദാ മുനാദിൻ, അള്ളാഹുവിന്റെ മാലാഖ വിളിച്ചു പറയുന്നുണ്ട്, ഐന അഹ്ലുസ് സബ്രി, ക്ഷമിച്ചവരെവിടെ? ദുനിയാവിലെ ക്ഷമിച്ചവരെവിടെ? കുറച്ചാൾക്കാർ എഴുന്നേൽക്കും. ഓഹും ഖലീലൂൻ, അവരെ കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളൂ. കോടാനുകോടി ബില്യൺ കണക്കിന് ആളുകളെന്ന് ആ ക്ഷമിച്ചവരിങ്ങ് പോരിൻ എന്ന് പറഞ്ഞാൽ വരാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവൂ. അവര് വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് നടക്കുമ്പോൾ മലാഖമാരെ വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് ചോദിക്കും, ആരാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഓടിപ്പോവാൻ? നിങ്ങൾ ആരാണ്? നഹ്നു അഹ്ലുൽ ഫളൽ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം ലഭിച്ചവരാണ്. എന്ത് ഔദാര്യം നിങ്ങൾക്ക് ലഭിച്ചു? കുന്നാ ഇദാ ളുലിംനാ സബർനാ, ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ ക്ഷമിക്കുകയായിരുന്നു പതിവ്. വഇൻ ഉസിഅ ഇലൈനാ ഗഫർനാ, ഞങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ഞങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കാറാണ് പതിവ്. വഇൻ ജുഹില അലൈനാ ഹലിംനാ, ഞങ്ങളോട് ആരെങ്കിലും വിവരക്കേട് പ്രവർത്തിച്ചാൽ ഞങ്ങൾ ക്ഷമയോടുകൂടെ പെരുമാറുന്നവരാണ്. മലാഖമാര് പറയും, ഉദ്ഖുലുൽ ജന്ന ഫനിഅമ അജ്റുൽ ആമിലീൻ, സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ചെയ്ത പണി എന്തോ ഒരു നല്ല പണിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം
വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സ്വർഗത്തിലെ ജന്നത്തു അദ്നിലേക്ക് സത്യവിശ്വാസികളും അവരുടെ കുടുംബങ്ങളും പാപ്പമാരും മക്കളും ഭാര്യയും ഭർത്താക്കന്മാരും നല്ലവരായവർ മുഴുവനും കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന ലോകമാണ് ജന്നത്തു അദ്ൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ കടന്നു വരും. മിൻ കുല്ലി ബാബിൻ, എല്ലാ വാതിലിലൂടെയും കടന്നു വരും. സലാമുൻ അലൈക്കും, കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് രക്ഷയാണ് ഇവിടെ, നിങ്ങൾക്കിവിടെ സമാധാനമാണ്. ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചവരല്ലോ, നിങ്ങൾ ക്ഷമിച്ചവരല്ലേ, ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, നിങ്ങൾക്കിവിടെ സമാധാനമാണ്. നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചവരല്ലേ, രോഗങ്ങൾ ഉണ്ടായിരുന്നവല്ലോ, കടങ്ങൾ വീടിയിട്ടില്ല മരിച്ചപ്പോഴും അല്ലേ, വീട് പണി തീർന്നിട്ടില്ല മരിച്ചപ്പോഴ്, നിങ്ങൾ മരിച്ചു പോന്നപ്പോ കുട്ടിയുടെ കല്യാണം കഴിച്ചിട്ടില്ല, ഇതിലൊക്കെ വിഷമുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ക്ഷമിച്ചവരല്ലേ. സലാമുൻ അലൈക്കും ബിമാ സബർതും, ക്ഷമിച്ചവരെ ക്ഷമ കാരണം അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകുന്നുണ്ട് ഇവിടെ. ക്ഷമിക്ക് പകരം അല്ലാഹു നൽകുന്ന വീട് എന്തൊരു മനോഹരമായ വീടാണെന്ന് മാലാഖമാർ സ്വർഗത്തിലേക്ക് കടന്ന മുസ്ലിം കുടുംബങ്ങളോട്, സത്യവിശ്വാസികളുടെ കുടുംബങ്ങളോട് വന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വെളിവാക്കിയിട്ടുണ്ട്. ക്ഷമിച്ചവർക്കാണത്. കുറച്ചുണ്ടാവുള്ളൂ. നവഹും ഖലീൽ. നഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ വല്ലാണ്ടങ്ങ് അള്ളാഹുവിനെ പഴിചാരും. എന്താ പടച്ചോനെ എങ്ങനെ പരീക്ഷിച്ചത് എന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ. ഹബീബായ നബിതങ്ങളൊക്കെ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടല്ലോ. നബിതങ്ങൾ ഒരു യുദ്ധത്തിന്റെ സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുനാഫിക്കുകളായ ചില ആളുകൾ ഇതിൽ കയറി കൂടിയിട്ട് പറഞ്ഞത്, ഹാദിഹി ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. നബിതങ്ങളെ കൊടുക്കുന്നതേ അള്ളാഹനെ വിചാരിച്ചു കൊടുക്കുന്ന കൊടുതിയല്ല. നബിതങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തു കുറച്ച് കപടവിശ്വാസികൾ. അല്ലാഹുവിന്റെ ഹബീബ് അത് കേട്ടുകൊണ്ട് പറഞ്ഞത്, റഹിമല്ലാഹു മൂസ ഖദ് ഊദിയ ബിഅക്സറ മിൻ ഹാദാ ഫസബർ. ഞാൻ ഈ കേൾക്കുന്നതിനേക്കാളും വളരെ മോശപ്പെട്ടത് കേൾക്കേണ്ടി വന്ന നബിയാണ്, പ്രവാചകനാണ്, ബനു ഇസ്രായേലിലേക്ക് വന്ന സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. ഫസബറ, മൂസ നബി ക്ഷമിച്ചുവല്ലോ. ഞാൻ ഇത്രയല്ലേ കേട്ടിട്ടുള്ളൂ, ഇതിനേക്കാളും വലുത് കേട്ടവരാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. ഞാൻ ക്ഷമിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ചെറിയ അസുഖം വരുമ്പോ, റബ്ബേ എനിക്ക് പനിയല്ലേ വന്നിട്ടുള്ളൂ, ഒരു കാലുവേദനയിലുള്ളൂ, കാലിന് ക്യാൻസർ വന്നവരില്ലേ, പടച്ചോനേക്ക് ബ്ലഡ് ഷുഗറോ പ്രഷറേ ഉള്ളൂ, ബ്ലഡിന് ക്യാൻസർ വന്നവരില്ലേ, അല്ലാഹുവേ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, തലവേദന, ട്യൂമർ വന്നവരില്ലേ, എനിക്ക് അതൊന്നുമില്ലല്ലോ, അല്ലാഹുവേ കണ്ണുവേദന, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരില്ലേ, എനിക്ക് അത്ര ആയില്ലല്ലോ. എപ്പോഴും നമ്മളെക്കാളും മുസീബത്തിൽ കൂടിയവരിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന നിഅമത്തിനെ സംബന്ധിച്ച് ബോധം വരും. അല്ലാഹു നമുക്ക് ആഫിയത്ത് നിർത്തി തരുമാറാകട്ടെ. എങ്ങാനും അല്ലാഹുവിന്റെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ ക്ഷമിച്ചേക്കണം. അതിനാണ് നമ്മൾ ഈ ഹദീസുകളൊക്കെ പഠിക്കുന്നത്. സ്വഹീഹ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുഅ്മിന, മുഅ്മിനായ മനുഷ്യന് ഏതൊരു മുസീബത്ത് വന്നാലും ഇല്ലാ ഗഫറല്ലാഹു ബിഹാ അൻഹു, അല്ലാഹു തആല എല്ലാ തെറ്റുകളും ചെറുദോഷങ്ങൾ, വൻപാപങ്ങളല്ല ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ഹത്ത ശൗകത യുശാഖുഹാ, കാലിൽ ഒരു മുള്ള് തറച്ചു, ഒരു കുപ്പിച്ചില്ല് തറച്ചു, ഒരു മരക്കുറ്റി തറച്ചു, ഒരു ആണി തറച്ചു, അതുപോലും കാരണം അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന ചെറുദോഷങ്ങൾ ഈ വേദന കൊണ്ട് അല്ലാഹു പൊറുപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ പറയണം, ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബി തങ്ങൾ ധരിക്കുന്ന ഹദീസ് വളരെ വിശദമായി, മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ വലാ വസബിൻ, മുഅ്മിനായ മനുഷ്യന് വരുന്ന ക്ഷീണം, വോളണ്ടിയർമാര് ഒരുപാട് ഓടിച്ചാടി നടന്നിട്ടുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, രാത്രി ചെന്ന് കിടന്ന ബെഡിൽ കിടക്കണതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അത്ര ക്ഷീണം. വസബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്ന വേദന, ഊരവേദന മാറിയിട്ടില്ല. ഉമ്മാർക്കൊക്കെ ഉണ്ടല്ലോ, കാലിന്റെ മുട്ടിന് വേദനയാണ് ഉമ്മാക്ക്, അല്ലെ, ഊരക്ക് വേദനയാണ്, കയ്യിന് വേദനയാണ്, മാറാത്ത വേദന, അതിനാണ് അറബിയിൽ വസബ് എന്ന് പറയാം. അങ്ങനത്തെ വേദനയോ ക്ഷീണമോ വലാ ഹമ്മിൻ, ടെൻഷൻ,
കുട്ടികൾക്ക് എക്സാം പാസ്സാവുന്ന ടെൻഷൻ, പാസ്സായവർക്ക് ഇനി ജോലി കിട്ടുമെന്നുള്ള ടെൻഷൻ, ജോലി കിട്ടിയവർക്ക് കിട്ടിയ ജോലി പോകുമെന്നുള്ള ടെൻഷൻ. ദുനിയാവ് ടെൻഷൻ അല്ലാതെ എന്താ ഉള്ളത്? ഒക്കെ ടെൻഷനാണ്. സംഘാടന കുറച്ച് മഴ പെയ്യുമെന്നുള്ള ടെൻഷൻ. മഴ പെയ്തോട്ടെ, ഹെയറായില്ലേ? ഇപ്പോ എന്തൊരു നല്ല സുഖത്തിൽ ഫാൻ്റെ ആവശ്യമില്ല.